മാപ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മാപ്പ് പറയുന്നതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അതൊരു വ്യക്തിപരമായ ഇഷ്യൂ ആണ്. ഞാൻ ഇന്നലെ എടുത്ത സ്റ്റാൻഡ് എനിക്കൊരു വ്യത്യാസമില്ല, വ്യക്തിപരമായ ഒരു കാര്യമാണ്. ആ വ്യക്തിപരമായ കാര്യത്തിൽ മന്ത്രിയുടെ ഒരു മന്ത്രിയാന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വ്യക്തിപരമായ കാര്യം ഇല്ലാതിരിക്കാൻ പറ്റുമോ? ഇതിനു മുമ്പും പലരും വ്യക്തിപരമായ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് അദ്ദേഹം അങ്ങനെയല്ല പ്രതികരിക്കുന്നത്. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ CPM-ന്റെ റെസ്പോൺസ് വരുന്നില്ല. CPM-ന്റെ റെസ്പോൺസ് എന്ത് ചെയ്യും? നമ്മുടെ വീണ ജോർജ് മിനിസ്റ്ററിനെ കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ കൈപിടിച്ച് തിരിച്ചെന്നും പറഞ്ഞ നമ്മുടെ ഗോവിന്ദൻ മാഷിനെ കാണുന്നില്ല, നമ്മുടെ മുഖ്യമന്ത്രി റെസ്പോൺസ് കാണുന്നില്ല. കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോസ് ഒക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, 10-13 വർഷം മുമ്പുള്ള വീഡിയോസ് ഒക്കെ പുറത്തു വരുന്നല്ലോ. അവരെന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ ഓരോ മന്ത്രിമാരുടെ MLA-മാരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയ ദേശാഭിമാനി എന്തിയെ, കൈരളി എന്തിയെ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാൻ മിനിസ്റ്ററിനെ കുറിച്ചൊരു കംപ്ലൈന്റ് ഞാൻ പറയില്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്, അത് അവരുടെ ഫാമിലി മാറ്ററാണ്. ഞാൻ അങ്ങനെ കരുതുന്നത്. ഒരാളുടെ ഫാമിലി മാറ്ററിൽ അധികമായി എത്തി നോക്കുന്നത് ശരിയല്ല, അത് ശരിയല്ല. നമ്മുടെ മാധ്യമങ്ങളും എല്ലാവരും ഒന്ന് വിട്ടു നിൽക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത് ആരും മറന്നിട്ടില്ല. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചവർ ഞങ്ങൾ മറന്നിട്ടില്ല. കേരള സമൂഹത്തിൽ ഇനി വേണ്ട എന്ന് പ്രതിജ്ഞ എടുക്കുവോ? അതല്ല, നാളെ മറ്റൊരാളുടെ UDF-ന്റെ മറ്റൊരാളുടെ ഇങ്ങനെ ആക്ഷേപം വന്നാൽ അപ്പം വീണ്ടും എന്താ പറയാ തൊങ്ങല് വെച്ച കഥകളുമായിട്ട് വരുവോ? നിങ്ങള് മോറൽ പോലീസിംഗ് നിർത്തേണ്ട സമയമായി കഴിഞ്ഞു. കേരളത്തിൽ മോറൽ പോലീസിന്റെ CPIM എന്ന് പറഞ്ഞാൽ CPIM മോറൽ പോലീസ് എന്നാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുക, ഇല്ലേ? എന്നെ കുറിച്ച് കാര്യം ഒരിക്കൽ ഒരു ദിവസം എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞങ്ങൾ ട്രെയിനിങ് നടക്കുക യൂത്ത് കോൺഗ്രസിനുള്ള. അന്ന് രാവിലെ ഞാൻ പത്രം എടുത്ത് വായിച്ചു. എനിക്കും നമ്മുടെ മന്ത്രിക്കും, ഈ പറഞ്ഞ മന്ത്രിക്കും വേറെ ഒരാളെന്ന് ഞാൻ പറയണ്ടല്ലോ, ദേശാഭിമാനിയുടെ ബാനർ ഹെഡിങ് ആയിരുന്നു സ്ഥലമുണ്ടെന്ന്. ഏതാ? ബാലരാമപുരത്ത്. ഇതുവരെ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഇങ്ങനെ വ്യക്തിഹത്യ നടത്തിയ ഒരു കാലമില്ലേ? ഇന്ന് അതിനൊക്കെ മൂകരായി പോയോ? മൂകരും ബദിരരുമായി CPM നേതാക്കന്മാർ മാറിയോ? ഇടതുപക്ഷം മാറിയോ? CPI എന്ത് ചെയ്യേ? എല്ലാ കാര്യങ്ങളിലും മോറൽ പോലീസല്ലേ അവരും? എന്ത് ചെയ്യേ? കാണുന്നില്ലല്ലോ. അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത് വ്യക്തിപരമായ ഒരു കാര്യമാണ്, അതിലേക്ക് അധികം കടക്കാതിരിക്കുകയാണ് നമുക്കെല്ലാം നല്ലത്.